ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഓണത്തിന് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഒരുങ്ങാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മോയ്സ്ചറൈസർ ഇടുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ എന്നുള്ളത് ഈ ഫൗണ്ടേഷനാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇത് ഫേസിലിട്ടാൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ചോയ്സാണ് കേട്ടോ മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. അടുത്ത സ്റ്റെപ്പ് മേബിലൈൻ്റെ പൗഡറാണ്. നമുക്കിനി അതിടാം. അടുത്ത ഞാൻ ഇടാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. അപ്പോൾ ഈ ഒരു 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡോ ഇടാൻ പോകുന്നത്. അടുത്ത നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഐലൈനർ ആണ്. അപ്പോൾ ഐലൈനർ നമുക്ക് പല രീതിയിൽ എഴുതാം. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ചില ആൾക്കാർക്ക് വളരെ ലൈറ്റായിട്ട് എഴുതുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് കുറച്ച് വലുതായിട്ട് എഴുതുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഞാൻ നോർമലി കുറച്ചൊരു വാലൊക്കെ ഇട്ടാണ് സാധാരണ രീതിയിൽ എനിക്ക് ഐലൈനർ എഴുതാൻ ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഐലൈനർ എഴുതുന്നത്. അടുത്തത് കാജലാണ്. മസ്കാര.
ഇനി ജസ്റ്റ് ഞാൻ ബ്ലഷിന് പകരമായിട്ട് ഒരു ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ചീക്കിലും അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കാരണം എപ്പോഴും നമ്മളൊരു ഫെസ്റ്റിവൽ മോഡിന് ഒരുങ്ങുമ്പോൾ കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി എപ്പോഴും ഈ ഒരു റെഡ് ടോൺ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊട്ട് വയ്ക്കാം. പൊട്ടൊന്നല്ലെങ്കിൽ ഒരു റെഡ് കളർ ഇടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് ഏതാണോ ആ മാച്ചിങ്ങിൽ ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സ് ഒരു ഗ്രീൻ കളർ പോലെയാണ്, പക്ഷേ എൻ്റെ ഗ്രീൻ പൊട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു റെഡ് കളറിൽ ഇടാം എന്ന് വിചാരിക്കുന്നു. ഇട്ട് നോക്കാം. കുഴപ്പമില്ല, എന്നാലും ഗ്രീൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നേനെ കേട്ടോ. ഇതിപ്പോൾ റെഡാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലെ പരിപാടികൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലും മാലയൊക്കെ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.